വയനാട് ചൊവ്വാഴ്ചയുണ്ടായ കാറ്റിലും മഴയിലും വൻ നാശനഷ്ടമുണ്ടായി. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. കൃഷിനാശമുണ്ടായി. മീനങ്ങാടി, പൊഴുതന, മുട്ടിൽ ഭാഗങ്ങളിലായിരുന്നു കൂടുതൽ നാശനഷ്ടം. 3 വീടുകൾ തകർന്നു. വയനാട് ജില്ലയിൽ പകൽ 3 മണിയോടെ പലയിടങ്ങളിലുമുണ്ടായ ശക്തമായ മഴയിലും വീശിയടിച്ച കാറ്റിലും വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. ഇടിമിന്നലോട് കൂടിയ മഴ മണിക്കൂറുകളോളം നീണ്ടു. കൽപ്പറ്റ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കനത്ത ആലിപ്പഴ വർഷവുമുണ്ടായി. മരങ്ങൾ കടപുഴകി പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം തകരാറിലായി. രാത്രിയോടെയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങളും വ്യാപകമായി നശിച്ചു. മീനങ്ങാടി, പൊഴുതന, മുട്ടിൽ ഭാഗങ്ങളിലായിരുന്നു കൂടുതൽ നാശനഷ്ടം. വയനാട് ചുരത്തിൽ 1-ാം വളവിൽ മരം കടപുഴകി വീണ് ഗതാഗത തടസ്സമുണ്ടായി. വൈകിട്ട് 4:30-യോടെ മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പൊഴുതന കൊയിലാമൂലയിൽ പിലാക്കടവത്ത് സീനത്തിന്റെ വീടിന്റെ മേൽക്കൂര കാറ്റിൽ തകർന്നു. വിവിധയിടങ്ങളിൽ കമുകുകളും മരങ്ങളും കടപുഴകി. മുട്ടിൽ ടൗണിൽ സ്വകാര്യ കെട്ടിടത്തിന്റെ മുകളിൽ ഇരുമ്പ് ഫ്രെയിമിൽ സ്ഥാപിച്ച വലിയ ഫ്ലക്സ് കാറ്റിൽ അപകട സാധ്യത ഉയർത്തിയത് അഗ്നിരക്ഷാസേന മുറിച്ചുമാറ്റി. മീനങ്ങാടി, പുഴങ്കുനി, മലക്കാട് ഭാഗങ്ങളിൽ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. 3 വീടുകളുടെ മുകളിൽ മരം വീണു. മലക്കാട് ഉന്നതിയിലെ ഗോപാലന്റെയും മാതാവ് കൊച്ചിയുടെയും വീട് ഭാഗികമായി തകർന്നു. വൈദ്യുതി വിതരണവും മുടങ്ങി. മരം വീണ് മലക്കാട് കണ്ണിപ്പുളപ്പിൽ രാഘവന്റെ വീടിന്റെ അടുക്കള ഭാഗികമായി തകർന്നു. പൊഴുതന അത്തിമൂലയിൽ വാഴക്കൃഷിയും വ്യാപകമായി നശിച്ചു. കമ്മാടംകുന്ന് മനോജിന്റെ 1000-ലധികം വാഴകളാണ് ഒടിഞ്ഞു വീണത്. 8 ഏക്കറിൽ 9,000 വാഴകളായിരുന്നു കൃഷി ചെയ്തത്. പിണങ്ങോട് സ്വദേശി റഫീഖിന്റെ 1000-ഓളം വാഴകളും ജലാലിന്റെ 700-ഓളം വാഴകളും കാറ്റിൽ നശിച്ചു. കൈരളി ന്യൂസ്, വയനാട്.